എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേന കൊണ്ട് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചേന മസാല തയ്യാറാക്കാം. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചേനയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 മീഡിയം സൈസുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിപ്പോണം. സബോള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു ഗോൾഡൻ നിറം വരും. ഇപ്പോൾ സബോളയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് കുറവുള്ളതാണെങ്കിൽ 2 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ മസാലക്കറികളിലൊക്കെ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിപ്പോണം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മസാലക്കറി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 2 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. ഇനി പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പച്ചമണമൊക്കെ നന്നായിട്ട് മാറിപ്പോണം. ഇനി കറിയിൽ ചെറിയൊരു പുളിരസം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ മൂടി വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ആവിയിൽ വരുന്ന വെള്ളം കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. 2 മിനിറ്റ് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിലായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേന മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സബോളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചേന വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചേനയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചോറിൽ ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാറോട് കൂടിയിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല.
രുചികരമായിട്ടുള്ള നമ്മുടെ ചേന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്